Hello everyone, welcome back to our channel Sugar Biss. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ കേക്കിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബേസിക് സ്പഞ്ചിന്റെ റെസിപ്പി ചെയ്തു കാണിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. എങ്ങനെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കിലോന്റെ കേക്ക് ഉണ്ടാക്കാനുള്ള വാനില സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് നമുക്ക് ആദ്യം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ലെവൽ ചെയ്തെടുത്ത മൈദ ഇട്ട് കൊടുക്കണം. ഞാനിത് 240 ml കപ്പാണ് എടുത്തത്. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് 4 കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും മൈദ മിക്സ് അരിച്ചെടുക്കണം. ഇത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാം. വാനില സ്പഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ്, അത്യാവശ്യം വലുപ്പമുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എസൻസുകളെല്ലാം ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ, ബട്ടർ എസൻസ് 1/2 ടീസ്പൂൺ. ബട്ടർ എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇനി ചേർക്കുന്നത് 4 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താൽ സ്പഞ്ചിൽ ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ല് വരില്ല, അത് കൂടി പോകാനും പാടില്ല. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മഞ്ഞ കളർ മാറി വൈറ്റ് നല്ല ക്രീമി ഫോം ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടിയും ചേർത്ത് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രീം ഫോമിലാവുമ്പോൾ നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സ്പഞ്ചിന് കിട്ടുക. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 10 സെക്കൻഡ് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിച്ചു വെച്ച മൈദ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നോർമൽ മിക്സ് ചെയ്തെടുക്കണ പോലെ ഒരു ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. തിരിച്ച് റിവേഴ്സ് പോവാതെ ഒരു ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. റിവേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഒട്ടും പൊങ്ങി കിട്ടില്ല, താന്നു പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 6 ഇഞ്ചിൻ്റെ 2 പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ മാത്രം ഗ്രീസ് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 kgയുടെ 2 കേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ. പകുതി ഒരു ടിന്നിലേക്കും പകുതി മറ്റേ ടിന്നിലേക്കും ഒഴിച്ചു കൊടുത്ത് ഒരു 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 20 to 25 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടോപ്പൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് 1/2 kgയുടെ കേക്കായ കാരണമാണ് ഞാൻ ഒരു 20 to 25 മിനിറ്റ് ബേക്കിംഗ് ടൈം പറഞ്ഞത്. ഇപ്പോൾ 1 kgയുടെ കേക്ക് ഒരുമിച്ച് 8 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 35 to 40 മിനിറ്റെങ്കിലും ബേക്കിംഗ് ടൈം വരും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്ക് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ടിന്നിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊന്ന് വിടിയിച്ച് തട്ടി കൊടുത്താൽ മതി. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. എന്നിട്ട് വേണമെങ്കിൽ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്.
ബ്രെഡ് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ ഇതുപോലെ മാർക്കറ്റിൽ നൈഫ് കിട്ടും, അതായാലും വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ മാർക്ക് ചെയ്ത് സൈഡ് കൊടുക്കുക ആദ്യം, എന്നിട്ട് കത്തി പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഫുൾ ഫ്ലാറ്റായിട്ട് തന്നെ അകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഡാർക്ക് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി വാനില സ്പഞ്ചിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ബേക്കിങ്ങിൽ മെഷറിംഗ് കപ്സും സ്പൂണും നിർബന്ധമാണ്. എന്നാലാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സ്പഞ്ചൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ നോർമൽ സ്പൂൺ യൂസ് ചെയ്താൽ അത്ര പെർഫെക്ഷൻ വരില്ല, അളവ് കറക്റ്റ് ആവില്ല. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ സ്പഞ്ച് നല്ല ഡാർക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൊക്കോ പൗഡറിൽ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് അരിച്ച ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ കട്ടകളൊക്കെ ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തട്ടിക്കൊടുത്ത് ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൈദയുടെ മിക്സ് ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി വേറെ ബൗൾ വെച്ച് കൊടുത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ 3 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് സ്പഞ്ചിന് എപ്പോഴും ഞാൻ 3 മുട്ടയാണ് എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 1/4 കപ്പ് ബട്ടർ മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില സ്പഞ്ചിൽ ഞാൻ 4 മുട്ടയാണ് എടുക്കണേ. വേറെ പാലോ ബട്ടർ മിൽക്കോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ 3 മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് എസെൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസെൻസ് ഒരു 5-6 ഡ്രോപ്പ്, വാനില എസെൻസ് 1 ടീസ്പൂണും ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് സ്പഞ്ചിൽ ഞാൻ ബട്ടർ എസെൻസ് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. ഈ 2 എസെൻസ് മാത്രമാണ് ചേർക്കാറ്. കുറച്ചും കൂടിയും ചോക്ലേറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടിയും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മുട്ട ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് പഞ്ചസാരയിൽ 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഫുൾ ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ഫോമിലാക്കിയെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യേണ്ടി വരും. ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മിക്സ് ആവാൻ നല്ല പാടാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുത്ത കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണം. കണ്ടോ, ഇതുപോലെ കിട്ടണം. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അല്ലാതെ വേറെ ഒരു ഓയിലും ഒഴിച്ചു കൊടുക്കരുത് കേക്കിലേക്ക്. ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലിന് പകരം ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു, കടലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഫ്രൈ ചെയ്യാൻ മിക്കപ്പോഴും ഞാൻ കടലെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിനൊന്നും കടലെണ്ണയുടെ സ്മെല്ല് ഒട്ടും കിട്ടാറില്ല. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കടലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്തായാലും സ്മെല്ലൊന്നും വരാറില്ലല്ലോ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. അതിനിടയ്ക്ക് നമുക്ക് നെയ്യ് 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കേക്കൊക്കെ ബേക്കായി കിട്ടി. നന്നായിട്ട് എന്താ പറയുക, റൈസ് പൊങ്ങിയൊക്കെ വന്നു.
കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ കേക്കിൻ്റെ സ്പഞ്ചിന് ഭയങ്കര കടലെണ്ണയുടെ ടേസ്റ്റ്. കേക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ മക്കൾ പറയാണ്, അമ്മ ഇതിലെന്താ പീനട്ട് ബട്ടർ ചേർത്തോ, പീനട്ട് ബട്ടറിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ആർക്കും ഇതുപോലെ അബദ്ധങ്ങളൊന്നും പറ്റരുത്. മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ മുൻപ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇട്ട് നന്നായിട്ട് ഒരു സൈഡിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലിൽ 1 സ്പൂൺ വിനെഗർ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മുമ്പേ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഒഴിക്കാറാകുമ്പോഴേക്കും ശരിക്കും പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്ക് ചെയ്യണേലും കുറച്ച് മുമ്പാണ് ബട്ടർ മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക, മുമ്പേ ഒഴിച്ച് വയ്ക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത്. ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, പകുതി വേറെ പാനിലേക്കും ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാനാണ്. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/4 ഭാഗം മാത്രമാണ് ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം അത് നന്നായി റേസായി വരുമല്ലോ. അപ്പോൾ അത്യാവശ്യം സ്പേസ് വേണം. ഇനി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം വലിയ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഒരു 160 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്പഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബേക്കിങ്ങിൻ്റെ ടിപ്സ് പറയാനുള്ളത് 10 മിനിറ്റെങ്കിലും മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ഓവൻ. എന്നിട്ട് വേണം ബേക്ക് ചെയ്യാൻ. പിന്നെ ഓയിൽ ഒഴിക്കുന്ന ടൈമും മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന കൺസിസ്റ്റൻസിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ബിഗിനേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.